ഉപ്പ് എന്ന് പറയുന്ന സാധനം നെഗറ്റീവിനെ വലിച്ചു കളയുന്നതായിട്ടുള്ള സാധനമാണ്. നമുക്കറിയാലോ, ഒരു അട്ട കടിച്ചാൽ പോലും അവിടെ കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ അത് അവിടുന്ന് വീണു പോകും. എന്ത് നെഗറ്റീവായിരിക്കുന്ന കീടാണുക്കളുണ്ടെങ്കിൽ അവിടെ ഉപ്പിട്ട് വെച്ചാൽ അത് ചത്തുപോകും. അപ്പോൾ നെഗറ്റീവിനെ ഇല്ലാതാക്കാനുള്ളൊരു സാധനം തന്നെയാണ് ഉപ്പ്. ഇത് സ്ഥൂലം മാത്രമല്ല, സൂക്ഷ്മമായിരിക്കുന്ന നെഗറ്റീവ് എനർജികൾക്കുള്ളതായിരിക്കുന്ന വലിയൊരു ബ്ലോക്കാണ് ഉപ്പ് എന്ന് പറയുന്നത്. എവിടെയാണോ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്, മെയിൻ ഡോറിൽ നമുക്ക് എന്തായാലും ഉപ്പ് വയ്ക്കാൻ പറ്റില്ല. മുഖ്യദ്വാരത്തിൽ നമുക്ക്, അതായത് വീട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസിൽ ഉപ്പ് വയ്ക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലൊരു മുറിയിൽ 4 കോർണറിൽ 4 ചില്ല് ഭരണികളിലാക്കിയിട്ട്, വലുത് തന്നെ വേണമെന്നില്ല, ചെറുതിലാക്കിയിട്ട് വെച്ചേക്കുക. ആ ഉപ്പ് നിങ്ങൾ വെക്കുന്ന സമയത്ത്, ഇനി നിങ്ങൾക്ക് താഴെ വെക്കാൻ സൗകര്യമില്ലേ, വീട്ടിലേക്ക് ബെഡ്റൂമിലൊക്കെ ഉള്ള ജനലുകൾ ഉണ്ടാവുമല്ലോ, ജനലിൻ്റെ 2 കോർണറിലും കുറച്ച് ബൗളിലാക്കിയിട്ടോ ഒരു ചില്ലിൻ്റെ ബൗളിലോ ചില്ലിൻ്റെ ഒരു ചെറിയ ഭരണിയിലോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഉപ്പ് വെക്കുക. ഇനി ആ ഉപ്പ് അഥവാ വെള്ളമാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവിടെ നെഗറ്റീവ് എനർജി ഒരുപാടുണ്ട് എന്ന്. അതിനെ ഗേറ്റിൻ്റെ പുറത്ത് കൊണ്ട് ഒഴിച്ച് കളഞ്ഞിട്ട് ആ പാത്രം നന്നായി കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വീണ്ടും അതിൽ ഉപ്പ് നിറച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് സൗകര്യം ഉണ്ടെങ്കിൽ ചെറിയ ഭരണികളിലാക്കിയിട്ട് ഉപ്പ് വയ്ക്കുക. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ചെയ്യാറെന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഫ്ലവർ വാസ് ഗ്ലാസിൻ്റെ വാങ്ങാൻ കിട്ടും. അതിനുള്ള ഉപ്പ് നിറച്ച ശേഷം മേലെ 1-2 പൂക്കൾ, പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങാൻ കിട്ടുമല്ലോ നമുക്ക്, അങ്ങനത്തെ പൂക്കൾ കുത്തി വെച്ചൊരു ഡെക്കറേഷൻ പോലെ ആക്കി വെക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ആ ഉപ്പ് വെക്കുന്ന പർപ്പസും നടക്കും, അവിടെ ഡെക്കറേറ്റീവ് ആക്കുന്ന പർപ്പസും നടക്കും. ആ ഉപ്പിന് കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ, അഥവാ കേടാവുന്നില്ല എങ്കിൽ മാസത്തിലൊരിക്കൽ മാറ്റിയാൽ മതിയാവും. ഇനി ആ ഉപ്പിൽ കുറച്ച് ഉപ്പും കർപ്പൂരം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഉപ്പ് എന്നതായിട്ടുള്ളൊരു സാധനം എല്ലാ നെഗറ്റീവിന് വലിച്ചെടുക്കുന്നതും ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുന്നതുമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആ സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. ഇത് ചെയ്തു നോക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് ബ്ലോക്ക് റിമൂവ് ആയതായിട്ട് അനുഭവമായി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിചാരിച്ചതാണ്. ഒരു ഗ്ലാസ്സിൽ അല്ല ഒരു ബോട്ടിൽ വെള്ളം എടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനൊരു ബോട്ടിൽ എടുക്കാം. നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എഴുത്തൊന്നും ഇല്ലാത്തതായിരിക്കണം. ചില ബോട്ടിലുകളുമൊക്കെ ഭംഗിയായിട്ട് പൂക്കളാക്കിയ ബോട്ടിൽ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എഴുതിയ ബോട്ടിൽ, പല പേരുകൾ എഴുതിയത്, ഇങ്ങനെയൊക്കെ മനോഹരമായിട്ടുള്ള പല ബോട്ടിലും വാങ്ങാൻ കിട്ടും. പക്ഷേ അത്തരത്തിലൊന്നും ആവരുത്. ഒരു ബോട്ടിൽ നമ്മൾ എടുക്കുന്ന ബോട്ടിൽ ഇതുപോലെ പ്ലെയിൻ ആയിരിക്കുന്ന ഒരു ബോട്ടിലായിരിക്കണം, മൂടിയുള്ളതായിരിക്കണം. അത് തീർച്ചയായിട്ടും ഈ 2 കാര്യം അത്യാവശ്യമാണ്. വെള്ളം, ശുദ്ധജലം, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കുന്ന ശുദ്ധജലമാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഈ ഒരു ക്രിയ ചെയ്യാൻ വേണ്ടി ആവശ്യമായിരിക്കുന്ന ഒരു വെളുത്ത പേപ്പർ പീസ്, ഇതുപോലെ യാതൊരു രീതിയിലും എഴുത്തുകളൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു പേപ്പർ പീസാണ് ആവശ്യം, ഒരു പെന്നും. പിന്നെ ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് ഉപ്പും നമ്മുടെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കണം. ഈ പ്രോസസ്സ് നമ്മൾ അഥവാ ഈ ഒരു ക്രിയ ചെയ്യുന്നേക്കാൾ മുന്നായിട്ട്